എങ്ങനെ വിളിക്കുന്നേ? ഇവിടുത്തെ മങ്കി, അള്ളി മങ്കി ആപ്റ്റായോ അതോ എന്തോ? ഐ ആം ബോർഡ് ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, എനിക്ക് എവിടെയെങ്കിലും പുറത്തു പോവാം. പുറത്തു പോവാം. എവിടെ പോകണം? കുറെ ദൂരെ. ദൂരെ എന്ന് പറഞ്ഞാൽ ഗോവ? അത്രയ്ക്ക് ദൂരെ വേണ്ട, എന്നാ കുറച്ച് യാത്രയൊക്കെ ചെയ്തു. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, യെല്ലഗിരി. അതെവിടെ? ആണ്ട് സേലത്തിന് അടുത്തായിട്ടൊക്കെ വരും. എന്നാലേ അപ്പോ ഒഴിക്ക് നമുക്ക് ദോശക്കടയിൽ മുരുകൻ ഇഡലി. ആ, പൊടിയൊക്കെ ഇട്ട മുരുകൻ ഇഡലി അല്ലേ? പക്ഷെ ഒരു കുഴപ്പമുണ്ട്, കുറെ വളഞ്ഞൊക്കെ പോണം. ഓ, കുന്നുകയറിയൊക്കെ പോവാം. വളവും തിരിയൊക്കെ തിരിക്കാമല്ലോ. ഇപ്പൊ ഉള്ളത് ഏലഗിരി. നമ്മളിവിടെ വരണ വഴിക്ക് ഇടയ്ക്കൊക്കെ വെളിയിൽ നിന്നപ്പോഴേക്കും നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല തണുപ്പ്, റൂമിനകത്തൊക്കെ നല്ല തണുപ്പ്. കാണിച്ചിരിക്കുന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ വരാൻ നേരത്ത് വരണതിന് മുമ്പായിട്ടൊക്കെ റൂമൊക്കെ നോക്കാൻ നേരത്ത് മിക്ക റൂമുകൾക്ക് ഇവിടെ AC ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ഇതാണ്, ഇവിടെ റൂമിനകത്തൊക്കെ നല്ല തണുപ്പുണ്ട്, വെളിയിൽ ഇറങ്ങിയാലും അത്യാവശ്യം തണുപ്പുണ്ട്. ഫുള്ള് മരങ്ങളും കുറെ ചെടികളും ഒക്കെ ആയിട്ട്. അപ്പം 32 കാണിച്ചാലും 32 കാട്ടിലും കുറവായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. ഒരു 25 ഏതാണ്ട് തോന്നുന്നുണ്ട്. സോ വെളിയിൽ ഇറങ്ങിയിട്ട് ഈ താമസിക്കുന്ന സ്ഥലത്തിന്റെ വെളിയിൽ ഇറങ്ങിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇറങ്ങിയുള്ള വ്യൂ ഇതാണ്. ഇത്രയും നല്ല ഓപ്പൺ സ്പേസ് ഉള്ള ഒരു സ്ഥലമാണ്. അതേ കുറെ അപ്പൂപ്പൻ താടിയൊക്കെ പറക്കുന്നുണ്ട്, കാണാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ. ഇതാ പിടിക്കാം അപ്പൂപ്പൻ താടി. പിന്നെ എക്സ്റ്റീരിയർ ഇങ്ങനെ കുറെ നല്ല ചെടികളും ക്രീപ്പേഴ്സൊക്കെ ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ പിള്ളേർക്കൊക്കെ കളിക്കാനായിട്ട് കുറേ സ്ഥലവും ലെജർലി ഇരിക്കാനായിട്ടൊക്കെ ഉള്ള ഊഞ്ഞാലും ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. പിള്ളേർക്ക് നല്ല കളിക്കാനായിട്ടുള്ള ഒരു പാർക്ക് ഏരിയ ഒക്കെ ഉണ്ട്. ഇപ്പം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഒക്കെ ഡ്രസ് എടുപ്പിക്കാൻ ഭയങ്കര കെയർഫുൾ ആണെന്നറിയോ? നമുക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല, ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ. എന്നിട്ട് നമ്മൾ പേടിച്ചാണ് ഡ്രസ് എടുപ്പിക്കുന്നത്. പിന്നെ ഷൂസ് ഇട്ടിട്ട് കളിക്കാം. മമ്മൂട്ടി ഇപ്പൊ അച്ഛനെ കളിച്ച് കാണിക്കുന്നു. അച്ഛൻ ഞെട്ടു. ഇത്രേ ഉള്ളു, അത്ര ഉള്ളു. മീമുട്ടി പെട്ടെന്ന് ഓടി വന്നേ, അവിടെ വന്നേ, പതുക്കെ വന്നാൽ മതി. ഗുഹയിൽ കൂടെ വരുന്നു, ഡ്രൈ ആയിട്ട് ഉണങ്ങിയിരിക്കുന്ന പോലെ. ഞാനായിരുന്നു ഊഞ്ഞാലാടാൻ പോവാ കുറച്ചു നേരം. രണ്ടുപേർക്ക് ഇരിക്കുക ഇതില്. ഇങ്ങനെ എല്ലാത്തിനും നിൽക്കണം, ഇരിക്കണം. പിടിച്ചോ. അച്ഛടുത്ത് ബാബുവിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ ബാബുവിനെ അപ്രോച്ച് ചെയ്യാമോ ചെയ്യരുതോ. നീ ഇപ്പുറത്ത് അമ്മയുടെ സൈഡ്, ഈ സൈഡ് പേടിക്കല്ലേ. ഏത് ഹലോ പറയും. ഹലോ പറഞ്ഞേ. പിന്നെ ആരെങ്കിലും ഒക്കെ തൊടാനും പിടിക്കാനുണ്ടല്ലോ. ഔട്ടെന്ന് പറഞ്ഞേ. ബാഡ്മിന്റൺ കളിക്കാണോ? ഒത്തിരി ആടിയുണ്ടായിരിക്കും. ഞാൻ ഒത്തിരി ആടിയുണ്ടോ? ബുഡും എന്ന് പറഞ്ഞ സൗണ്ട് കേട്ടു. അതൊക്കെയാണോ അങ്ങനെയാണോ കേട്ടോ. ഇത് റിലാക്സ് ചെയ്ത് ആടാനുള്ള, അല്ല ഊഞ്ഞാല് പോലെ കിടന്ന് ആടിക്കോ. കിടന്ന് ആടി ഒലയാനുള്ള സാധനം അല്ല അത്. മാമി വന്നിരിക്കണം, കളിച്ചിട്ട് ഞാൻ ഇയാളുടെ ഒരു ഫോട്ടോ. നോക്ക് അച്ഛ കാല്. ല്ലേ തരുവോ പ്ലീസ്? വേണ്ടേ? എന്താ അച്ഛക്ക് തരാത്ത? അച്ഛക്ക് ഹൈഫൈ തരുവോ? ഫിസ്റ്റ് പമ്പ് ടിഷ്. നീ താക്കോല് തരുവോ? താങ്ക് യു. നീട്ടിക്ക് വേറെ തരാം. വേറെ താക്കോല് തരട്ടെ? ബില്ലി ദ കാറ്റിലും പൂച്ച എന്താ ചെയ്തേ?
നക്കിക്കൊണ്ടിരുന്നില്ലേ പൂച്ച, അതുപോലെ ബബു നക്കണേ കണ്ടോ? കണ്ടോ? എങ്ങനെ ബാബു നക്കണേ? ഇങ്ങനെ നക്കുന്നു. നീ പോവാണോ പെറ്റല്ലേ? അമ്മയും വരാൻ പോവാ. അമ്മയ്ക്ക് കൺട്രോൾ കിട്ടില്ല. എനിക്ക് അതിന് ഒന്നുകൂടെ കൈ കഴുകാൻ പോവാൻ വയ്യ. നമുക്ക് കണ്ട മീൻമുട്ടിക്ക് വേണേ. ഇങ്ങനെ ചെല്ല, ഇങ്ങനെ ചെല്ല, ഇങ്ങനെ ഫുള്ള് മീൻമുട്ടി കഴിച്ചോ. ഓക്കെ. My doggy doesn't like it. You can't jump on me. You can't jump on me. ഡോഗി ഹാപ്പി അല്ലേ മീമോ? അങ്ങനെ സായാഹ്ന സമയം അടുത്തിരിക്കുകയാണ്, ഈവനിങ്. അപ്പം ചില റിസോർട്ട്സിലൊക്കെ ഉണ്ട് നേരത്തെ പറഞ്ഞാൽ ടീ, കോഫി, സ്നാക്സ്, ലഞ്ച്, ഡിന്നർ ഇതൊക്കെ ഉള്ളൂ. ഇവിടെയും അതുപോലെയൊക്കെ തന്നെയാണ്, നേരത്തെ പറയണം. ടീ, കോഫിയൊക്കെ നമ്മൾ നേരത്തെ ഒരു 5 o'clock ആയപ്പോൾ പറഞ്ഞു. ഇപ്പോൾ ഒരു 5:30, 5:45 ആയിട്ടുണ്ട്. ലഞ്ച്, ഡിന്നർ ഇതുപോലെ 7 ഒക്കെ ആകുമ്പോൾ പറഞ്ഞാൽ മതി. മീമു ഇങ്ങ ബാ, ഫ്രഞ്ച് ഫ്രൈസ് വേണോ? ബാ, ഫ്രഞ്ച് ഫ്രൈസ്. അത് പറഞ്ഞ അവിടെ വിളിച്ചോണ്ട് പറഞ്ഞേ. ഉറക്കം വന്നിട്ട് മുഖരിക്കണം നോക്ക്. കുറച്ചാകുമ്പോ കിടന്ന് ഉറങ്ങും ചെറുപ്പം. അത് ആ സമയത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. സൂക്ഷിക്കാൻ അവിടെ പല്ലിൽ ഒരു അപ്പി. മീമു ചായ എടുക്കല്ലേ? വെള്ളം 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 ഗ്ലാസ്സിൽ വേണം. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം. ഇങ്ങനെ അവനോട് പോയി ഗ്ലാസ് കടം ചോദിക്കണം. നാണക്കേടല്ലേ മൂന്ന്. ഇതിൽ കുടിക്കും, കുടിക്കത്തില്ല. ബാ ബാ താനാവേ ബാ. ഇടുവാ. അങ്ങോട്ട് ബാക്കിലോട്ട് വന്നു. നടക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ നടക്കണം. ശരിക്കും നമ്മുടെ നാട്ടിലെ പറമ്പിലൊക്കെ നടക്കുന്ന പോലെ ഉണ്ട്. അതെ, നമ്മുടെ നാട്ടിലെ പറമ്പിലൊക്കെ നടക്കുന്നതിനെ തന്നെ പിടിച്ചിട്ട് നേച്ചർ ട്രെയിൽ എന്നും പറഞ്ഞാക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് അങ്ങനെ കുറച്ച് ട്രീസ് ഉണ്ട്, വ്യത്യാസമുള്ള മരങ്ങളാണ്. നമ്മുടെ അവിടെ ഉള്ളതൊക്കെ ചിലപ്പം എല്ലാം റബ്ബർ ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാം ജാക്ക് ഫ്രൂട്ടിന്റെ ആയിരിക്കും. അങ്ങനെയല്ല, ഇത് കുറെ വെറൈറ്റി. ഏത് കയറണം? കാറല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലം. അങ്ങനെ മീൻമുട്ടി വാവ ഫിഷോ? എങ്ങനെ വാവ ഫിഷ് കാണിച്ചേ? വാവ ഫിഷ് മീശയുള്ള ഫിഷ് അച്ഛ പോലെയാണോ? പേടിക്കണ്ട. ഇത് യെല്ലോ ഫിഷ്. എന്റെ ഹായ് പറഞ്ഞ യെല്ലോ ഫിഷ്. എങ്ങനെ വിളിക്കുന്നേ? വേറൊരു പാമ്പിനെ കണ്ടോ? എന്താ പാമ്പിന്റെ കളറ്? ഓറഞ്ച്. ബായ് പറഞ്ഞേ, ബായ്. അതല്ല കോഴി. എവിടെ കോഴി എടുത്ത് ഹായ് പറ.
A feathered feet. കുപ്പി പോലെ. റാബിറ്റിനെ തൊട്ട് നോക്കി ഹായ് പറഞ്ഞേ. തൊട്ട് നോക്ക്. സ്മോളസ്റ്റ്, സെക്കൻഡ് സ്മോളസ്റ്റ് monkeys ഉണ്ട് ഇവിടുത്തെ. മങ്കി, അള്ളി മങ്കി. ഫുഡ് കൊടുത്ത് അവസാനം ഓവർ ഫീഡ് ചെയ്ത് ചാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി എന്നാലും ലൈക് നാച്ചുറലി അത് ചെളി കിടക്കേണ്ട സാധനമാണ് ഈ താറാവ്. പക്ഷേ കടിക്കുന്നത് കണ്ട അത് കടിക്കും. തൊട്ടോ സോപ്പ് വേണോ? സോപ്പ് വെച്ച് കഴുകിയൊക്കെ തൊട്ട്. ചപ്പുമല്ലേ ചപ്പും. കണ്ടോ ഓസ്ട്രിച്ച്? നോക്ക് അവിടെ നോക്ക്, ഓസ്ട്രിച്ച് എന്തു വലുതാ. കാണാമോ മീമുന്? അതിനെ തൊടാൻ പറ്റില്ല. ആപ്റ്റായോ അതോ എന്തോ? കണ്ടോ ഒരു കിളി മാത്രം വെളിയിൽ നിന്നിട്ട് ഒറ്റയ്ക്ക് നിന്നിട്ട്. ഞാൻ ഫ്രീ ബേർഡ്. ഞാനൊന്ന് ഈ കേജിനകത്ത് ഇല്ലാന്നും പറഞ്ഞു. ഹോർസിനെ കണ്ടോ അവിടെ? ഓടിക്കോ. ഒട്ടും പേടിയില്ല കേട്ടോ. ബോട്ടിനെ മാത്രം ഒരു പേടിയില്ല നമുക്ക്. കുഞ്ഞു പല്ലുണ്ട് ചിലപ്പോ. ഇല്ല പതുക്കെ പേടിക്കണ്ട. എന്നാ കുഞ്ഞാവേ ഫോട്ടോല്ലേ അശ്വിനെ വീട്ടിൽ ചെന്നോ? നീ എടുത്തിട്ടില്ല? അശ്വതിയുടെ വീട്ടിൽ പോടാ. അപ്പൊ അശ്വതിയുടെ വീട്ടിൽ 1 വീക്ക് ആയിപ്പോയി ഒന്നുണ്ടായിരുന്നു. അശ്വ എടുത്ത് തന്നു. ഇങ്ങനെ നമ്മുടെ ദേഹത്ത് ഇങ്ങനെ കിടക്കും. അത് വേണ്ടത്തോട്ട് കിടക്കാൻ എനിക്ക് ഫോട്ടോ ഉണ്ട്. സോ സ്മോൾ ഇവൻ കിടക്കണ എന്താ അശ്വനെ കഴിയുമ്പോ ഇങ്ങനെ കിടക്കും. ഇവിടെ കിടക്കും. ഇങ്ങനെ വെച്ചാൽ മതി. എന്റെ തോട്ട് അത് അശ്വന ഇതുപോലെ ആയിരുന്നു. 1 വീക്സ് ഉണ്ടായിരുന്നുള്ളൂ. നല്ല രസം. അത് ശരിക്കും കൂടി നന്നിട്ട് അത് വാവ കിടക്കണം പോലെ. യു വിൽ ആക്ച്വലി ഫീൽ ദാറ്റ്. അത്ര ഹെവിയൊന്നുമല്ല. ഇച്ചിരി പിടിക്കാൻ പറ്റും. ഏതോ കൊണ്ട് പോയി വേണ്ടോ? അവർക്ക് പിടിക്കാം. അവർക്ക് പിടിക്കാൻ പറ്റില്ല. അവർക്കത് ഇതൊക്കെ ഹെവി ആയിരിക്കും. എനിക്ക് അവളെ കോട്ടനെ കൂടെ പിടിക്കാൻ എനിക്ക് പറ്റില്ല. 4 days അതിന് ചിലപ്പോ ഏടിയോ ആയിരിക്കും. വയ്യാണ്ട് പോകും. ഐ ആം ബോർഡ് ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കാണിക്കേ. എങ്ങനെ കൈ തുറന്നു കാണിക്കേ? മീമോ മാമന്റെ നോക്കാം ആദ്യം. കൈ ഇങ്ങനെ മാറ്റി എടുത്തിട്ടല്ലേ വരുമോ?
നല്ലതാ എന്റെ കയ്യിലേക്ക് പ്ലീസ് കൈ അങ്ങാത്ത എന്റെ കയ്യിൽ ഒരു വിഷമായെന്ന് അപ്പോഴേ സ്ഥലം എപ്പിടി ഇരിക്കുക? ആ കൊള്ളാം, ഒരു ദിവസമൊക്കെ പോയിട്ട് വരാനൊക്കെ കൊള്ളാം. പിന്നെ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു സുഖമൊക്കെ ഉണ്ട്.